ജോസ് കെ മാണി LDFിലെ വലിയ കരടായി തുടരുന്ന സാഹചര്യത്തിലുള്ള സോണിയാഗാന്ധിയുടെ അപ്രതീക്ഷിത കോള് അത് മുഖ്യനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്ര വിരുദ്ധ സത്യാഗ്രഹത്തിന് എത്താതിരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് LDF പ്രഖ്യാപിച്ച മേഖലാ ജാഥയിൽ ജോസ് കെ മാണി ക്യാപ്റ്റൻ ആയേക്കില്ല എന്നറിയിച്ചതും വലിയ സൂചനയാണ് നൽകുന്നത്. മുന്നണി മാറ്റം നടക്കുമെന്നൊരു സൂചന. അപ്പോഴാണ് സോണിയാഗാന്ധിയുടെ ഫോൺ കോളിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രസ്താവന കൂടി ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. മറ്റൊന്നുമല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ, വിസ്മയം എന്താണെന്ന് കാണാം. UDFിലേക്ക് LDFിൽ നിന്നും NDAയിൽ നിന്നുമുള്ള ഘടകകക്ഷികളും അല്ലാത്തവരും വരും എന്നായിരുന്നു സതീശന്റെ ആ പ്രഖ്യാപനം. അതാരൊക്കെയാണെന്ന് ചോദിക്കരുത്, അത് സമയമാകുമ്പോൾ അറിയിക്കുമെന്ന് കൂടി പറഞ്ഞു. ജോസ് കെ മാണി LDFിനോട് മുഖം തിരിച്ചു നിൽക്കുകയും കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് മുന്നണി മാറ്റത്തിന്റെ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുകയാണ്. കേരള കോൺഗ്രസ് എം വീണ്ടും UDFിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾക്ക് ബലം നൽകുന്ന മറ്റൊരു നീക്കം നടത്തുകയാണ് കത്തോലിക്ക സഭ. സഭയുടെ ശക്തമായ ഇടപെടലും മുസ്ലിം ലീഗിന്റെ വിട്ടുവീഴ്ച നിലപാടും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചനകൾ. കൂടാതെ ഇവിടെ സഭയുടെ ഇടപെടൽ എത്ര ശക്തമാകാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയൊരു നീക്കമായിരുന്നു അത്. കൊച്ചി കാക്കനാട്ടെ സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ അർദ്ധരാത്രി VD സതീശനെ എത്തിയതും ഓപ്പറേഷൻ സഭ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിളിക്കുന്ന ഈ നീക്കം വലിയ വാർത്താ പ്രാധാന്യം നേടിയതും CPMന്റെ നെഞ്ചിൽ തീ കോരിയിട്ടതാണ്. അതിന് പിന്നാലെയാണ് സഭയുടെ ഈ ശക്തമായ നീക്കം വരുന്നതും സതീശന്റെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെന്ന പ്രഖ്യാപനം എത്തുന്നതും. വരും ദിവസങ്ങളിൽ ജോസ് കെ മാണിയുടെ വണ്ടി LDF ആസ്ഥാനത്തായിരിക്കുമോ അതോ UDF ആസ്ഥാനത്തായിരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. നമുക്ക് സതീശന്റെ വമ്പൻ പ്രഖ്യാപനത്തിൽ കൂടി പോകാം. അല്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമൻറ്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFിൻ്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. കേരളത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന എന്താ? ഇപ്പോൾ സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ക്വിസ് മത്സരം, അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു, ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം. നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. ഇത് ചെയ്യരുത്, ഈ പണി ചെയ്യരുത്. പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവാണ്, CPM വോളണ്ടിയർമാർ. സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല. സ്വന്തം കാശ് വേണം. സർക്കാരിൻ്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാം ഉത്തരവാദികളാവും, അക്കൗണ്ടബിളാവും. സർക്കാരിൻ്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും. ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി.